അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വിശേഷങ്ങളും പിന്നെ എത്രയായി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും വെയിറ്റ് ലോസൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു വിചാരിക്കുകയാണ്. ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ ചെറുതായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മമ്പയർ കറിയും സീദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. മമ്പയർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയിട്ട് മസാലപ്പൊടികളും കാര്യങ്ങളും മാത്രം ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് ഈ അരി പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി വെക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ വെള്ളമൊക്കെ പോയി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചത് എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ. അപ്പോൾ അത് ഇതുമൊരു ചോറ്റുപാത്രമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഓളിപ്പോൾ ഒക്കെ ലഞ്ചൊക്കെ കൊണ്ടുപോകാറാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. പ്ലേറ്റുകളൊക്കെ ഒരു സൈഡിലും പിന്നെ പാത്രങ്ങൾ അങ്ങനത്തെ ഒരു സൈഡിലും ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് കയ്യിലുകളൊക്കെ സ്പൂണ് കയ്യിൽ അങ്ങനത്തെ ഒക്കെ ഒന്ന് കിടും. എന്നിട്ട് ഇട്ടിട്ട് അത് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നമ്മുടെ ആ ഒരു കബോർഡിൽ വെക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് അരി അരച്ചൊക്കെ വൃത്തിയാക്കാൻ. അപ്പോഴാണ് ആ കിച്ചണിൽ നിൽക്കാനുള്ളൊരു സമാധാനം കിട്ടുക കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിത് അരി നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി ലേശം ഉപ്പ് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് തിളക്കാനായിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പണികളിലാണ് കേട്ടോ. അങ്ങനെ അരി അരച്ചതാ നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. പിന്നെ മമ്പയറാണെങ്കിൽ വെന്ത് റെഡി ആയിട്ടുണ്ട്, അത് തൂമിച്ചെടുക്കും ചെയ്യാൻ പോകും. ഇതുമ്പോൾ മദ്രസ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നേ, ഒക്കെ ഒരു 8:15 എന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓള് വന്ന് യൂണിഫോമും കാര്യങ്ങളൊക്കെ മാറ്റുന്ന ഒരു തിരക്കിലൊക്കെയാണ്. ഓള് വന്നപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ജോലികൾക്കൊക്കെ ഒന്ന് സ്പീഡ് കൂട്ടി വേഗം അപ്പൊക്കെ ചുട്ടെടുക്കുകയാണ്. കാരണം ഇനി വിശക്കും, ഫുഡ് കൊടുക്കണം, പിന്നെ കൊണ്ടുപോകാനുള്ളത് പാക്കാക്കണം. നമുക്ക് ഉച്ചയ്ക്ക് അവൾ വരൂല, വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പണികൾ ഉച്ച 1 മണിയായാലും 2 മണിയായാലും ലഞ്ച് കുറച്ച് നേരം വയ്യാലും വലിയ കുഴപ്പമില്ല. പക്ഷേ രാവിലെ നമുക്ക് കൊടുത്തേക്കാനുള്ളതുകൊണ്ട് അത് ഒരു 9:30 ആകുമ്പോഴേക്കും റെഡി ആക്കണം. പിന്നെ പാവാണ് ഓക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ വേണം നിർബന്ധമില്ല, രാവിലത്തേതാണ് ഓക്ക് കൂടുതൽ താല്പര്യം. പിന്നെ മമ്പയറോ ചെറുപയറോ കുപ്പേരി അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പതാര് മഞ്ഞ കളർ എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കിയ പാത്രമാണിത്. അതിൽ തന്നെ അപ്പം ചുട്ടതുകൊണ്ടാണ്, നന്നായിട്ട് കഴുകിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ചൂടാകുമ്പോൾ ആ ഒരു ചെമ്മീൻ്റെ മഞ്ഞളുടെയൊക്കെ ഒരു കറ വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ മീൻ ചെറിയൊരു എരുണ്ടാവുമല്ലോ, അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുമോന്. അങ്ങനെ ഞാൻ ഓൾക്കാണ് ഫസ്റ്റിൽ 2 ദോശ ചുട്ടിട്ട് ഓക്ക് കൊടുത്തു. മമ്പയർ കറി, മമ്പയർ ചെറുപയർ എന്നൊക്കെ പറയുന്നത് ഓക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അതേപോലെ തന്നെ മോളൂനും കേട്ടോ. അതിൻ്റെ വെള്ളക്കുപ്പി ഇന്നലെ രാത്രി വെള്ളം കുടിച്ച് വെച്ചതായിരുന്നു. ഇനി അത് നിറച്ചൊക്കെ ഞാൻ വെക്കും, രാവിലെ വെക്കും, ഉച്ചവരെ എനിക്ക് കുടിക്കാനുള്ളതാണ്. അങ്ങനെ അവൾ ഫുഡൊക്കെ കഴിച്ച് നോക്കി ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഇതുമുന്നേ ഞാൻ അവളെ ഫ്രണ്ടൊക്കെ വന്ന് ഓൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചു കേട്ടോ. നല്ലൊരു കപ്പ് ചായ ഉണ്ടാക്കി. മമ്പയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി എടുത്തു, അത് ആ കാണുന്നത് തന്നെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 9:45 ആ ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് നേരെ സ്കൂളിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ മലപ്പുറം വരെ പോവാണ്. അതുകൊണ്ട് ഞാൻ മൂപ്പര് വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. അല്ലെങ്കിൽ മൂപ്പര് വന്ന് മൂപ്പർക്ക് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കാറുള്ളൂ. അപ്പോൾ മൂപ്പർക്ക് ഇന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം പോയിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തേക്കാണ് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് 10:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വേഗം ചായ കുടിച്ചിട്ട് അത് കഴിഞ്ഞൊക്കെ എന്നെ നീനുട്ടി എഴുന്നേറ്റ് വന്നേ. ഓള് പല്ല് തേക്കുമ്പോൾ തന്നെ കോഫി വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് വന്നത് തന്നെ. നല്ലൊരു കോഫി കൊണ്ടാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കോഫിക്കാണ് അത് ബീറ്റ് ചെയ്യണത് കേട്ടോ. ആ ബ്രൂ കോഫീൻ്റെ പാക്കില്ല, അത് 2 ഇടുക, കുറച്ചൊരു കടുപ്പം വേണം. 2 ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ തിളച്ച് വന്ന പാല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ച് കോഫി ഒക്കെ ആദ്യം തന്നെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള അപ്പവും ഒരു മീൻ പൊരിച്ചെടുത്തിട്ട്, അത് നമ്മൾ മീൻ മുറിച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അങ്ങനെ ഒരു പൊരിച്ചെടുത്തു. കാരണം ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ മീനും കാര്യങ്ങളൊന്നും കിട്ടാറില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴാണ് മീനും ഇറച്ചിയൊക്കെ കുറച്ച് കൂടുതൽ കൊടുക്കാറുണ്ടല്ലോ നമ്മൾ. അതോടെ അങ്ങനെ ഇത് വലിയൊരു മീൻ തന്നെ പൊരിച്ചെടുത്തതാണ്. ഒക്കെ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ അമ്പയർ കറിയും കാര്യങ്ങളൊക്കെ, അമ്പയറൊന്നും പിന്നെ ഓക്ക് വലിയ താല്പര്യമില്ല. ഓക്ക് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും വലിയ താല്പര്യമില്ല അറിയാലോ. അപ്പം മോളൂൻ്റെ ഇതുമുൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൂ. ഓക്ക് ഇങ്ങനെ ലേസ് പിന്നെ മാഗി ഇങ്ങനെയുള്ള നല്ല ഫുഡേ ഓക്ക് പറ്റുള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഇവള് ഞാൻ അപ്പം കൊടുത്തപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ തിരയുക, മുട്ട എവിടെ. കാരണം ഞാൻ എന്ത് കൊടുക്കുകയാണെങ്കിലും അതിൽ മുട്ട ഉണ്ടാവുള്ളൂ. രാവിലെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുകയാണെങ്കിലും ഉച്ചക്കത്തെ ഫുഡാണെങ്കിലും അതിൽ ഒരു മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ പൊരിച്ചതോ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മീനുള്ളതുകൊണ്ട് ഞാൻ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കൊടുത്തു. പിന്നെ കുറേ നേരം ഉള്ളൊരു സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും പിന്നെ കുറേ നേരം
വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ക്ലീനിങ് പരിപാടി അടിച്ചു ആരെങ്കിലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഒരു 12-12:30 ആയപ്പോഴാണ് ഞാൻ കിച്ചണിൽ എത്തിയത് കേട്ടോ. കാരണം മീൻ നമ്മൾ മസാല പറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് പണിയുള്ളൂ. അപ്പോൾ ഗീ റൈസ് വെക്കുകയാണ്. നീനുട്ടി ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഞാൻ നോക്കാറേ ഇല്ല. വേഗം ഗീ റൈസ് അങ്ങോട്ട് വെച്ചു. അടുപ്പത്ത് വെച്ചപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത് കേട്ടോ. ഒരു മലപ്പുറം പോയി വന്ന് തിരിച്ച് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മാങ്ങ ആണെങ്കിലും നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല പഴുത്ത് മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 3-4 എടുത്തിട്ട് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് നീനുവിന് കൊടുക്കാമല്ലോ. പിന്നെ മൂപ്പരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. നേരെ പോകുന്ന സമയത്ത് അവിടുന്ന് വയ്ക്കുന്ന എന്തോ നിർത്തിയിട്ടൊരു കാൽ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പുറത്തിറങ്ങി അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരാളല്ല കേട്ടോ. മൂപ്പർക്ക് അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് തീരെ താല്പര്യമില്ല. ഞാനായിട്ട് പുറത്ത് പോവുകയാണെങ്കിലാണ് ഞാൻ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ. കാരണം എനിക്കിങ്ങനെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാറുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ മൂപ്പർക്കാണെങ്കിൽ അങ്ങനെ അതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ വന്നിട്ട് ഞാൻ ചായ അപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട. പിന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായില്ല. അപ്പം അതിന് എൻ്റെ ഇടയ്ക്ക് കഴിച്ചിട്ട് ഗ്യാസ് കയറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാക്കും കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. നീനുവിന് നീനു ഇവിടെ റെസ്റ്റാണ് കേട്ടോ. വന്നാൽ പിന്നെ ഈ ഒരു റൂമിൽ നിന്നും പുറത്തൊന്നും പോകാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഓളോടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ വാട്ടർ ബോട്ടിൽ നിറച്ചോടെ എടുത്ത് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവളങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് റെസ്റ്റ് എടുക്കട്ടെ അല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് മൂപ്പർക്ക് ഞാനൊരു പ്ലേറ്റിൽ കട്ട് ചെയ്തിട്ട് മൂപ്പർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വേഗം ആ മീൻ ഇന്ന് കുറച്ച് വറ്റിച്ചെടുക്കാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് മീൻ വെളിച്ചെണ്ണയിൽ വേവിച്ചെടുത്തു. ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഉള്ളിയൊക്കെ വാട്ടി നമ്മൾ ഇന്നലെ ചെമ്മീൻ കറി വെച്ച പോലെ ഇങ്ങനെ വെച്ചെടുത്തു കേട്ടോ. ഒന്നുകൊണ്ട് ഒരു ടേസ്റ്റി ആയിട്ട് എടുക്കാൻ, അധികം വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കാനാണ് എൻ്റെ പ്ലാന്. എന്തെങ്കിലും ഒരു വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ചു. ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ, കൊണ്ടുവച്ചത് ഉണ്ട്. പക്ഷേ ഞാൻ ഇന്ന് മീൻ എടുത്തു ഫുള്ളായിട്ട്. അങ്ങനെ നാളെ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന ദിവസമല്ലേ നീന് പോകുമ്പോൾ ആ സമയത്ത് ഞാൻ ബിരിയാണി എന്തെങ്കിലും വെക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഇന്ന് മീൻ എടുത്തു കേട്ടോ. ആ വെളിച്ചെണ്ണയ്ക്ക് അത് നന്നായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പുളിവെള്ളമാണ് ഒഴിച്ചെടുത്തത്. അധികം മുഴുവനായിട്ട് പുളി പിഴിഞ്ഞിങ്ങോട്ട് എടുത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ചുള്ള നമ്മൾ ഒരു ചെറിയ രീതിയിൽ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം പുളി വേണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ചിങ്ങനെ മേലോടെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് വെള്ളം ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നതിൻ്റെ ശേഷം ഇതുപോലെ മീൻ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മസാല ഇങ്ങനെ പാർന്നു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചു. പിന്നെ ഒരു അത്യാവശ്യം വെള്ളം വറ്റി വന്നപ്പോഴാണ് ഞാനിത് ഓഫൊക്കെ മേലെ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കരിവേപ്പിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും. ഈ കരിവേപ്പിലേൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണല്ലോ അല്ലേ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വറ്റിങ്ങനെ വരുന്നുണ്ട്. ആ സമയം ഞാൻ പപ്പടം പൊരിച്ചെടുത്തു. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മമ്പേര മാത്രമല്ലേ കഴിച്ചത്. അപ്പോൾ എനിക്കും ഓക്കും കഴിക്കാമെന്ന് കരുതി ഞാനൊരു 2 മുട്ട അതുപോലെ ഉള്ളിയും മുളക് പൊടിയൊക്കെ ഇട്ടത് പൊരിച്ചെടുത്തു കേട്ടോ. അതിങ്ങനെ വേറൊരു പ്ലേറ്റിൽ പപ്പടും അതൊക്കെ എടുത്തു. പിന്നെ ഇത് നീനുട്ടിക്കുള്ള ഫുഡാണിത്. എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഫുഡ് ആയപ്പോൾ തന്നെ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. കാരണം രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് മൂപ്പരപ്പം തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇന്നത്തെ മെനു ഒന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു എന്ന് കാണിക്കാൻ മാത്രമാണ് ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും നീനുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനങ്ങനെ എനിക്ക് എക്സ്ട്രാ എടുക്കാറില്ല. കാരണം നമുക്ക് വാരി കൊടുക്കുമ്പോൾ എൻ്റെ അറിയാതെ എങ്ങനെ എൻ്റെ വായിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ നന്നായിട്ട് 2 മീൻ ഞാൻ എടുത്തു. കാരണം എനിക്കൊന്നും ഓക്കൊന്നു. പിന്നെ മുട്ട പൊരിച്ചത് അവളെ അടുത്ത് വെച്ചിട്ടുണ്ട്. അവളെ അതിന് ഇങ്ങനെ കുറച്ച് കഴിച്ചോളല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു പപ്പടവും ഞാനെടുത്തു. അങ്ങനെ ഓരോ ഉരുള അങ്ങനെ കഴിച്ചു കേട്ടോ. അധികം ചോറൊന്നും ഞാൻ കഴിച്ചില്ല. ഞാൻ മുട്ടയും മീൻ തന്നെയാണ് കൂടുതൽ കഴിച്ചത്. ചോറ് അങ്ങനെ ഇടയ്ക്ക് ഒരു ഉരുള അങ്ങനെ കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചവരെ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. എന്നാലും ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു കുറ്റബോധം നല്ലോണം ഉണ്ടായിരുന്നു. ബിരിയാണി ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അത് ബിരിയാണി കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലെങ്കിലും ഇന്ന് ചെറുതായിട്ട് വലിയ രീതിയിലൊന്ന് ഒരു ചീറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് കാണാൻ ഞാൻ എന്താണ് കഴിച്ചതെന്ന്. അപ്പോൾ നീനുട്ടി പിന്നെ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ആപ്പിളേ പറഞ്ഞു നമ്മളൊന്ന് പുറത്ത് പോകല്ലേ മെച്ചിയെ പുറത്ത് പോകല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പുറത്ത് പോയില്ല. ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ കുറേ സിനിമ ഏതെങ്കിലും പുതിയത് ഇറങ്ങിയതൊന്ന് കുറേ നോക്കിയിട്ട് മഞ്ചേരി ഉണ്ടോയെന്ന്. പക്ഷേ പിന്നെ ഫിലിം പുതിയതൊന്നും ഉണ്ടായിരുന്നില്ല. ബാലന് ഉണ്ടായിരുന്ന അത് മഞ്ചേരി ഇല്ല കേട്ടോ. മഞ്ചേരി ഇല്ല, പെരിന്തൽമണ്ണ ഇട്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ നിന്ന് അവസാനം ഉള്ള എന്തെങ്കിലും മേക്കപ്പ് സാധനം കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഒന്ന് പുറത്തിറങ്ങി പോരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു പിന്നെ ഇറങ്ങിയത് കേട്ടോ. ഒരു കാനങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോക്കെ ആയിരുന്നേ. അവിടുന്ന് ഉള്ള മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള അതിനാണ് വന്നത്. പക്ഷേ അവിടുന്ന് വിചാരിച്ചത് ഫുള്ളായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് ആവശ്യമുള്ളതൊക്കെ വാങ്ങി എല്ലാ ഐറ്റംസ് ഇങ്ങനെ മാസത്തിൽ ഒരിക്കലും
ഓക്കുള്ള മേക്കപ്പ് ആവശ്യങ്ങളും സ്പ്രേയും കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ നടന്നു പോകുന്ന നേരെ കേക്ക് സ്റ്റുഡിയോ ഒക്കെ ആട്ട പോയത്. ഒരുപാട് കാലമായി കേക്ക് സ്റ്റുഡിയോ പോയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഇവിടെ വന്നിട്ട് കുറേ ആയി. അപ്പം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാനും വല്ലാതെ എന്താ പറയുക അതിനൊരു കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പിത്തനാക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ഒരു ലോഡർ ഫേസിൻ്റെ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ 3 ആളും കൂടെ കഴിക്കാനുണ്ടായത്. പിന്നെ ഒരു കോഫിയും വാങ്ങിയിട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിച്ചതുകൊണ്ട് ഈ ലോഡർ ഫേസ് ഞാൻ എന്ത് പറഞ്ഞാലും ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതുകൊണ്ട് ഇന്നത്തെ ഡയറ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോ ഡെയിലി ഇടാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ ഞാൻ സ്ട്രിക്റ്റ് ആക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒന്നാമത് ഞാൻ എന്നെ കഴിക്കാൻ അങ്ങനെ ഇപ്പോൾ വീഴും നിൽക്കുന്ന ഒരാളായിരിക്കും. ഒരു മക്കൾ കഴിക്കല്ലേ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അറിയാതെ അങ്ങോട്ട് പോകും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓളെ തെറ്റൊന്നല്ല, കാരണം ഞാനത് സ്ട്രിക്റ്റ് ആക്കാത്തതുകൊണ്ട് സ്ട്രിക്റ്റ് ആക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയത് തെറ്റാപ്പത്. അപ്പോൾ എനിക്ക് പിന്നെ എന്തായാലും വലിയ വെയിറ്റിൽ ഇന്നിപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നാളത്തെ കഥ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ ബിരിയാണി കഴിച്ചതുകൊണ്ട് തന്നെ വെയിറ്റ് വല്ലാതെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതും കൂടി കഴിഞ്ഞ് ഇപ്പം ഇതും കൂടി കഴിച്ചതുകൊണ്ട് എന്തായാലും നാളത്തെ കാര്യം ഒരു സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും വെയിറ്റിൽ ഇനി കുറവാണെങ്കിൽ കുറയുന്ന അന്ന് ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ ഇടുള്ളൂ കേട്ടോ. അത് ഡെയിലി ഇങ്ങനെ ഇടുമ്പോൾ വലുതായിട്ട് കുറയൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതാ ഉണ്ടോ 100.5 അതിൻ്റെ ഇടയ്ക്ക് 100.2 എന്തോ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബിരിയാണി കഴിച്ച ടൈമിൽ വീണ്ടും കൂടി. അപ്പം കുറച്ച് എന്തായാലും കൂടുതൽ കേക്കും കാര്യങ്ങളൊക്കെ തുത്തൂർ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കൂടി പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ചതായിരുന്നു. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ഇതും കഴിക്കുന്നുണ്ട്. കഴിച്ച് നാളത്തെ കാര്യം അറിയാമല്ലോ. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ എന്തെങ്കിലും കുറയട്ടെ, ഒരു 99 ആയിട്ട് ഞാൻ ഡെയിലി നോക്കും വെയിറ്റ്. കാരണം നമുക്ക് വെയിറ്റ് നോക്കുമ്പോഴാണ് പിന്നെ അന്ന് സ്ട്രിക്റ്റ് ആക്കാൻ തോന്നുള്ളല്ലോ. ഞാൻ ഡെയിലി എന്തായാലും നോക്കുന്നുണ്ട്. പക്ഷേ പിന്നെ 99 കടന്നിട്ട് ഇൻഷാല്ലാ ഞാൻ ഈ വീഡിയോ ഇടുള്ളൂ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ. അപ്പോൾ ഡെയിലി ഇടുമ്പോൾ എനിക്കെന്തോ ഒരു ചടപ്പ് വന്നിട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ ഡെയിലി ഇടുക എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലോ. അതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വെയിറ്റ് ഇതാണ്. അപ്പോൾ ഇത് എല്ലാവരും അടിപൊളിയായിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെത് നല്ല ഉയപ്പായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.